അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫലസ്തീനിൻ ജനതയുടെ അവരുടെ ഓർമ്മകളിൽ ഏറ്റവും ഭീകരമായ ദിനമാണ് നക്കബ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന മെയ് 15 1948 നടന്ന ആ സംഭവങ്ങൾ. മെയ് 15 എന്നുള്ളത് പിന്നീട് ഫിക്സ് ചെയ്ത ഡേറ്റ് ആണെങ്കിൽ പോലും നക്കബയിലെ ഈ സംഭവങ്ങൾ അത് ഇന്നും തുടരുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് നക്കബ എന്നത് കഴിഞ്ഞു പോയ ഒരു സംഭവമല്ല. ദുരന്തം എന്നർത്ഥമുള്ള, ട്രാജഡി എന്നർത്ഥമുള്ള പദപ്രയോഗം അത് വഹിക്കുന്ന ഒരു ഭാരമുണ്ട്, ചരിത്രപരമായ ഒരു ഭാരം. അതുപോലെ തന്നെ സമകാലിക ലോകത്തും നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോൾ നമ്മൾ ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഗസൻ, വെസ്റ്റ് ബാങ്ക് ഏരിയകളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതും നഖബയുടെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ചരിത്രപരമായി ബന്ധിപ്പിച്ചുകൊണ്ട് അത് അവിടെ നിർത്തുകയും ഇത് പുതിയ സംഭവം എന്ന തലത്തിലേക്ക് ചർച്ചകളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവെ മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അത് നമ്മളുടെ ഓർമ്മയെ, മെമ്മറിയെ, നമ്മുടെ ദിക്റിനെ ഇല്ലാതാക്കുന്നതാണ്. ഫലസ്തീൻ എന്നതിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ഈ പീഡനങ്ങളുടെ, ഈ അതിക്രമങ്ങളുടെ, അധിനിവേശത്തിൻ്റെ ചരിത്രം 1948 അല്ലെങ്കിൽ അതിനുശേഷമോ തുടരുന്നതോ അല്ല. ഇതിൻ്റെ പീഡനങ്ങളുടെ ചരിത്രം ഏകദേശം 1900 മുമ്പ് തന്നെ നമുക്ക് കാണാം. ആധുനിക പൊളിറ്റിക്കൽ സയോണിസ്റ്റ് മൂവ്മെൻറ്റ് 1875-76 കാലങ്ങളിൽ രൂപപ്പെടുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പോലും ചെറുതായി തന്നെ ഈ അതിക്രമങ്ങൾ ഫലസ്തീൻ ഭാഗത്ത് തുടരുന്നത് നമുക്ക് കാണാം. 1875-76 കാലഘട്ടത്തിൽ ദ ജൂയിഷ് സ്റ്റാൻഡ് എന്ന പേരിൽ, അല്ലെങ്കിൽ ദ ജൂയിഷ് സ്റ്റേറ്റ്, ജൂയിഷ് രാഷ്ട്രം എന്ന പേരിൽ തിയോഡർ ഹെർസൽ ആ കിതാബ് എഴുതുന്നതോട് കൂടി തന്നെ അതിൻ്റെ ഒരു പ്രതിഫലങ്ങൾ പിന്നീട് ആ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അയാൾ ഒരു ഇൻ്റർനാഷണൽ സയോണിസ്റ്റ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയും ആ കോൺഫറൻസിൻ്റെ തന്നെ മുഖ്യ പ്രൊജക്റ്റായി ഏകദേശം 50 വർഷങ്ങൾക്കുള്ളിലെങ്കിലും ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പറയുന്ന ചർച്ചയിലാണ് ആ ഒരു മീറ്റിംഗ് അവസാനിക്കുന്നത് തന്നെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫലസ്തീൻ എന്നത് മാത്രമായിരുന്നില്ല സയോണിസ്റ്റ് കോൺഫറൻസിൻ്റെ അജണ്ടകളിൽ ഉണ്ടായിരുന്നത്. അത് അർജന്റീന ഉണ്ടായിരുന്നു, മഡഗാസ്കർ ഉണ്ടായിരുന്നു, അങ്ങനെ വിദൂരമായ പല യൂറോപ്യൻ ഭാഗങ്ങളെയും സെൻട്രൽ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങൾ പോലും ചർച്ചകളായി കടന്നു വന്നിരുന്നു. എന്നാൽ പോലും തിയോഡർ ഹെർസലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹൈലി എക്സ്ട്രീമിസ്റ്റ് സയോണിസ്റ്റ് ലീഡേഴ്സ് എല്ലാവരും അവർ ഫലസ്തീൻ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിന് ഒരു ലോജിക്കും ഇല്ലാത്ത തരത്തിൽ, അതായത് ഹീബ്രു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പോലും തള്ളിക്കളയാൻ പറ്റുന്ന വാദത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ സ്റ്റേറ്റിന്റെ ആവശ്യകത അവർ പറഞ്ഞിരുന്നത്. ദ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്നതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട അവകാശവാദം. യഥാർത്ഥത്തിൽ ദ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന വർത്തമാനം പോലും അവരോട് ബൈബിൾ അല്ലെങ്കിൽ തൗറ സംസാരിക്കുന്നത് പോലും, നിങ്ങൾ കർത്താവിൻ്റെ വർത്തമാനങ്ങൾ, ആജ്ഞകൾ വേണ്ട തരത്തിൽ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ, അതായത് അവരോട് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട, നമ്മൾ വൻപാപങ്ങൾ എന്ന് പറയുന്ന പോലെ നിരവധി ഒരു രേഖകൾ തന്നെയുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമി തരാം എന്ന് പറയുന്ന ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് നമുക്ക് തൗറാത്തിലും അല്ലെങ്കിൽ ആധുനിക ബൈബിൾ പോലും അത് കാണുവാൻ കഴിയുന്നത്. എന്നാൽ എങ്ങനെയാണ് പിന്നീട് അവർ ഇസ്രായേൽ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നത് തന്നെ? ഈ പറയുന്ന മുഴുവൻ ദൈവിക ആജ്ഞകളെയും കൽപ്പനകളെയും തിരസ്കരിച്ചു കൊണ്ട് തന്നെയാണ്. പീഡനങ്ങളിലൂടെ, പിടിച്ചെടുക്കലുകളിലൂടെ, സപ്രഷനിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മതപരമായ, ദൈവശാസ്ത്രപരമായ വാദങ്ങൾ പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്തതായിരുന്നു വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞ പേരിൽ അവർ നടത്തിയ അവകാശവാദങ്ങളെല്ലാം. അത് നമുക്ക് ഇന്നത്തെ ജൂയിഷ് പണ്ഡിതന്മാരുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാം. ഒട്ടുമിക്ക യഹൂദ പണ്ഡിതന്മാരും സയോണിസത്തെ എതിർക്കുന്നത് പോലും അവർ പറയുന്നത് ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് പോലും നമുക്ക് ഏറ്റുപിടിക്കാൻ പറ്റാത്ത വാദമാണെന്ന് പറയുന്ന നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും ഇന്ന് ഇസ്രായേലിൽ തന്നെയുണ്ട്. അവർ പോലും ശക്തമായ പീഡനത്തിന് അർഹരാവുന്ന ഒരു സാഹചര്യവും കൂടിയിട്ടാണ്. നമുക്കറിയാം, മസ്ജിദ് അഖ്സയുടെ ചുറ്റുപാടുമുള്ള ഈസ്റ്റ് ജെറൂസലേം എന്ന് വിളിക്കുന്ന ആ ഭാഗത്തൊക്കെയും നല്ലൊരു ശതമാനം ഫലസ്തീൻ അനുകൂല
ഇസ്രായേൽ സ്റ്റേറ്റ് വിരുദ്ധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് യഹൂദ റബ്ബിമാരാണ്, പണ്ഡിത പുരോഹിതന്മാരാണ് എന്നതും കൂടി നമ്മൾ ഈ ഒരു ചർച്ചയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഫലസ്തീൻ അനുകൂല വർത്തമാനം പറയുമ്പോൾ, ഫലസ്തീനങ്ങളുടെ പീഡന പർവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ അറിഞ്ഞും അറിയാതെയും ഒരു യഹൂദ ഫോബിയ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നതും കൂടി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള ഫലസ്തീൻ അനുകൂല അല്ലെങ്കിൽ ബൈബിളിന്റെ തൗറാത്തിന്റെ തന്നെ വാദങ്ങളെ ശരിയായ തരത്തിൽ വായിക്കുകയും ഈ തരത്തിലുള്ള സയോണിസ്റ്റ് അവകാശവാദങ്ങൾ തെറ്റാണെന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഈ റബ്ബിമാർ അന്നും ഇന്നും കൂടെ ഉണ്ട് എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നെക്ബയുടെ വാദം ഉണ്ടാവുന്നത്. നമുക്കറിയാം, നെക്ബ എന്ന് പറയുന്ന ആ ഒരു സംഭവവികാസങ്ങൾ ഏകദേശം 7,50,000 ഫലസ്തീനികളെ അവരുടെ ജന്മപ്രദേശങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെടുന്നു ആ സംഭവങ്ങളിൽ. അതുപോലെ തന്നെ ഏകദേശം 500-ലധികം ഗ്രാമങ്ങൾ, ഫലസ്തീൻ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളെ അവർ കത്തി നശിപ്പിക്കുകയും കുടിയൊഴിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അന്ന് ഫലസ്തീൻ ഉണ്ടായിരുന്ന 78% പ്രദേശങ്ങൾ അവർ പിടിച്ചടക്കുന്നു. 1,500-ലധികം ആൾക്കാരെ കൊല ചെയ്യുന്നു. ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ് ഈ പറയുന്നതെല്ലാം. ഇതിനേക്കാളും എത്രയോ ഉപരി ആൾക്കാർ വധിച്ചിട്ടുണ്ടാവാം എന്നത് വളരെ ഭീകരമായ ഒരു വസ്തുത കൂടിയിട്ടാണ്. ഇത് എന്തുകൊണ്ടാണ് 1948 എന്ന് പറയുന്ന ഈ സംഭവത്തിലേക്ക് എത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു ചരിത്രത്തിൻ്റെ, രാഷ്ട്രീയ നീക്കങ്ങളുടെ, ഗൂഢാലോചനകളുടെ, അല്ലെങ്കിൽ ഇസ്ലാമിനെ, മുസ്ലിം പ്രദേശത്തെ, അറബ് പ്രദേശത്തെ ഒറ്റുകൊടുക്കുന്ന തരത്തിലേക്ക് പോലും മുസ്ലിം പ്രദേശത്ത് നിന്ന് പോലുമുള്ള അനുവാദ പത്രങ്ങളുടെ ചരിത്രവും കൂടി ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ 1800-കളുടെ അവസാനത്തിലുള്ള രൂപകൽപ്പന മുതൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ അധികാര സ്ഥാനം സംഭവിക്കുന്ന ചരിത്രവും ഇതിന്റെ ഭാഗമാണ്. തിയോഡർ ഹെർസൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ വന്ന് കാണുകയും കൊട്ടാരത്തിൽ വന്ന് കാണുകയും ഫലസ്തീനിൽ ഞങ്ങൾക്ക് ഭൂമി വേണം എന്ന് പറയുന്ന അവകാശം മുന്നോട്ട് വെക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത് ഫലസ്തീൻ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ ഒരു വഖഫ് സ്വത്താണ്, അത് വിൽക്കുവാനുള്ളതല്ല അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനുള്ളതല്ല എന്ന് പറയുന്ന മറുപടി സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് പറയുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ അത് തന്നെ ആവാം, അല്ലെങ്കിൽ അത് തന്നെ ആവണം പ്രധാന കാരണം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ സ്ഥാനപക്ഷത്തിന് പിന്നിലും. കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ സയോണിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്ന വിവിധ ഒട്ടോമൻ ഡിപ്ലോമാറ്റ്സിനെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായ പലതരത്തിലുള്ള കൈക്കൂലികൾ നൽകിക്കൊണ്ട് പല ഭാഗത്തു നിന്നും സയോണിസ്റ്റുകളുടെ ആശയം പേറുന്ന യഹൂദന്മാരെ ഫലസ്തീനിൽ കുടിയൊഴിപ്പിക്കുവാനുള്ള, താമസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയുണ്ടായി. ഇത് കേട്ടറിഞ്ഞ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ആ പരിപാടിയും ബാൻ ചെയ്യുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതും കൂടി ഇദ്ദേഹത്തിന്റെ സ്ഥാനഭ്രഷ്ടത്തിന് കാരണമാകുന്നുണ്ട്. ഞാൻ പറയുന്നത് സയോണിസ്റ്റുകാർ മാത്രമല്ല സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ സ്ഥാനഭ്രഷ്ടത്തിന് കാരണം എന്ന് മനസ്സിലാക്കണം. കാരണം വിവിധ വേറെയും പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അധികാര നീക്കത്തിന് ഇത് പ്രധാന കാരണമാണ്. ഇത് പറയാനുള്ള മെയിൻ കാരണം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ആണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഏറ്റവും ശക്തനായ അവസാനത്തെ ഖലീഫ എന്നുള്ള സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം വന്നവരെല്ലാം പിന്നീട് വന്ന യുവതുർക്കികളുടെ കയ്യിലെ പാവകളായിരുന്നു എന്നും കൂടി മനസ്സിലാക്കണം. യുവതുർക്കികളാണ് പിന്നീട് ഈ പറയുന്ന സയോണിസ്റ്റ് നേതാക്കന്മാർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയും അവിടെ ആലിയ എന്ന പേരിൽ, ആലിയ എന്ന് വെച്ചാൽ ജൂയിഷ് മൈഗ്രേഷൻ വിളിക്കുന്നതാണ്, സയോണിസ്റ്റുകളുടെ തന്നെ സാമ്പത്തിക രാഷ്ട്രീയ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യൊപ്പോടുകൂടി നടക്കുന്ന ഈ ആലിയയുടെ ചെയിൻ, ഒരു ശൃംഖല, അത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് പോലും പോയ ചരിത്രം നമുക്ക് വായിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയും. അപ്പൊ ഇവരെല്ലാം പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. തങ്ങളുടേതല്ലാത്ത ഭൂമിയിലേക്ക് ഏതോ ഒരു കാലഘട്ടത്തിന്റെ തെറ്റായ മതവ്യാഖ്യാനത്തിന്റെ പേരിൽ മറ്റൊരാളുടെ ഭൂമിയിൽ അധിവസിക്കാൻ പോകുന്നവന്റെ കയ്യിലും അവരുടെ രക്തക്കറ ഉണ്ടായിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇവർക്ക് മനസമാധാനത്തോടു കൂടി അവർക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞത്? നമ്മൾ ഫലസ്തീനുകളെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫലസ്തീനുകൾ എന്ന് പറയുന്നത് മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. ഇവർ ജീവിക്കാൻ വേണ്ടി അവിടെ പോയവരാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഒക്ടോബർ 7 ശേഷം ഉണ്ടായ സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം യഹൂദർ തന്നെ അവരവരുടെ നാടുകളിലേക്ക് പോകുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. കാരണം ജീവിക്കാൻ വേണ്ടി പോയവരാണ്, ഫലസ്തീനികൾ മരിക്കാൻ തയ്യാറായി ജീവിക്കുന്നവരാണ്. ഈ ഒരു വികാരത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഫലസ്തീനി അവരുടെ ജന്മാവകാശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മതത്തിന്റെ പേരിൽ, ഒരു ദുർവ്യാഖ്യാനത്തിന്റെ പേരിൽ തങ്ങൾക്ക് ലഭിച്ച ഭൂമി തങ്ങളുടേതാണ് എന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് എത്രത്തോളം വലിയ തീവ്രമായ മതാന്ധത നിറഞ്ഞതാണ്. ഈ മതാന്ധത പേറിയവരാണല്ലോ പുറത്തു നിന്ന ബഹുഭൂരിപക്ഷം യഹൂദന്മാരും എന്നത് വളരെ വേദന ഉളവാക്കുന്ന കാര്യം കൂടിയിട്ടാണ്. കാരണം അവിടെയും ഫലസ്തീനിൽ അവിടെയും യഹൂദന്മാർ താമസമുണ്ടായിരുന്നു. അത് നൂറ്റാണ്ടുകളായി താമസിക്കുകയും ചെയ്തിരുന്നു. വിവിധ ഉസ്മാനി സുൽത്താൻമാർ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിച്ചപ്പോൾ ആ യഹൂദന്മാരെ ഇസ്താംബുളിലേക്കും അവരുടെ കീഴിലുള്ള വിവിധ ഭാഗങ്ങളിലേക്കും കുടിയേറി താമസിപ്പിച്ച ചരിത്രവും കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ ചരിത്രങ്ങളെയൊക്കെ നിഷേധിക്കുകയും തങ്ങളുടെ ആ ഭൂമി തങ്ങളുടെ മതപരമായ അവകാശമാണ് എന്ന് വാദിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ കുടിയൊഴിപ്പിക്കുന്ന ആ നിമിഷം ചെന്നെത്തിച്ചേരുന്നത് നമ്മളിപ്പോൾ വിളിക്കുന്ന നഖബ എന്ന് പറയുന്ന ആ 1948 ആ സംഭവങ്ങളിലൂടെയാണ്. അതവിടെ തീരുന്നില്ല. അതിനുശേഷം നിരവധി യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 1956 67 73 നിരവധി കാലഘട്ടങ്ങളിൽ യുദ്ധമുണ്ടാവുന്നുണ്ട്. 1949 അവർ ഇസ്രായേൽ സ്റ്റേറ്റ് സ്ഥാപിച്ചതിനു ശേഷം പിന്നീട് നീണ്ട കൂട്ടക്കലകളുടെയും ജനസൈഡിന്റെയും എത്നിക് ക്ലൻസിങ്ങിന്റെയും ചരിത്രമാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. 1967 ജൂൺ മാസത്തിൽ ഒരു 6 ഡേ വാർ എന്ന് വിളിക്കപ്പെടുന്ന 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഉണ്ടാവുന്നുണ്ട്. ഈജിപ്റ്റ്, സിറിയ, അതുപോലെ തന്നെ ജോർദാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രായേലി വിരുദ്ധമായ ഒരു യുദ്ധമായിരുന്നു അതുണ്ടായിരുന്നത്. ആ യുദ്ധത്തിൽ ഫലസ്തീനികൾക്കും ബാക്കിയുണ്ടായിരുന്ന പ്രദേശങ്ങൾ കൂടി നഷ്ടമായി. ആ യുദ്ധത്തിൽ സംഭവിച്ചത് വെസ്റ്റ് ബാങ്ക്, ഗസ, അതുപോലെ തന്നെ ഗോലാൻ കുന്നുകൾ, ഈജിപ്തിന്റെ സിനായി താഴ്വര, സിറിയയുടെ ഗോലാൻ കുന്നുകൾ, ബാക്കി വന്ന ഫലസ്തീനിന്റെ വെസ്റ്റ് ബാങ്കയും ഗസയും അഖ്സ അടക്കമുള്ള ഭാഗങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുന്നു. ഈ ഒരു സംഭവത്തെ ചേർത്തുകൊണ്ട് പിന്നീട് അറബിയിൽ അറിയപ്പെട്ട മറ്റൊരു പദപ്രയോഗമാണ് നഖ്സ, സെറ്റ് ബാക്ക് എന്ന് വിളിക്കപ്പെടുന്ന ആ പദപ്രയോഗം. അതും നമ്മൾ ചരിത്രത്തിൽ അവിടെ അവസാനിക്കുന്നില്ല, അത് വീണ്ടും നിലനിൽക്കുന്നതായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ചരിത്രത്തിന്റെ ഒരു കണ്ണി തന്നെയുണ്ട്. 1900 ആലിയ തുടങ്ങുന്നു, ഈ ജൂയിഷ് മൈഗ്രേഷൻ അവിടെ സ്ഥാപിക്കുന്നു, യുവതുർക്കികളുടെ കയ്യിലേക്ക് ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാരം ചെന്നെത്തിച്ചേരുന്നു. അവരുടെ സഹായത്തോടുകൂടി ഫലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ അധികാരം സ്ഥാപിക്കുന്നു, കുടിയൊഴിപ്പിക്കുന്നു, സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, യഹൂദന്മാരെ അവിടെ സ്ഥാപിപ്പിക്കുന്നു. അതിനുശേഷം 1915 അവിടെ ഒരു അറബ് റിവോൾട്ട് അറബ് ലോകത്ത് സംഭവിക്കുന്നുണ്ട്. മക്മോഹൻ ഹുസൈൻ എഗ്രിമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ആ കരാറിൽ ഷെരീഫ് ഹുസൈനും ബ്രിട്ടീഷ് ഏജന്റായിരുന്ന മക്മോഹൻ തമ്മിലുള്ള ഒരു കരാർ ഉണ്ടാവുകയും ആ കരാറിന്റെ ഭാഗമായി സൽത്തനത്തിന്റെ കീഴിലുള്ള അറബ് പ്രദേശങ്ങളിൽ ഒരു ഇൻഡിപെൻഡന്റ് അറബ് മംലക്കത്ത് കിങ്ഡം രൂപപ്പെടുത്താനുള്ള താല്പര്യത്തിന്റെ പുറകിലായിരുന്നു. ഇതൊക്കെയും ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒപ്പുകളെല്ലാം ഫലസ്തീനിന്റെ ഭാവിയെ ദുരവ്യാപകമായി ബാധിക്കുന്നതാണ് എന്ന് പോലും ആലോചിക്കാത്ത തീരുമാനങ്ങളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. പിന്നെ 1916 സൈക്കസ് പീക്കോട്ട് കരാർ എന്ന് പറയുന്ന ഫ്രാൻസും ബ്രിട്ടനും തമ്മിലുള്ള കരാറുണ്ടായിരുന്നു. ബാക്കി വന്ന അറബ് പ്രദേശങ്ങൾ ഇവർ വീതിച്ചെടുക്കുന്നു. ഫലസ്തീൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കീഴിലേക്ക് വരുന്നു. അങ്ങനെ 1917 ലോർഡ് ബാൽഫർ ഒരു ഡിക്ലറേഷൻ നടത്തുന്നു. ആ ഡിക്ലറേഷൻ അയാൾ പറയുന്നത് ജൂയിഷ് ഒരു ഹോംലാൻഡ് ഫലസ്തീനിൽ ഞങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുമെന്ന് പറയുന്ന വാഗ്ദാനം ഉണ്ടാവുന്നു. ഈ ഒരു വാഗ്ദാനത്തിന്റെ രേഖ പിടിച്ചുകൊണ്ടാണ് പിന്നീട് അവരുടെ ഈ അധിനിവേശത്തിന്റെയും അതിക്രമത്തിന്റെയും ചരിത്രം മുന്നോട്ട് പോകുന്നത്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ പറഞ്ഞ 1924 അവസാനം വളരെ ദുർബലമായിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിന് അധികാരം നഷ്ടമാവുകയും അതിനുശേഷം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരികയും ആ 1935 അതിനെതിരെ നീണ്ട പോരാട്ടങ്ങൾ നടത്തുന്ന ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാമിന്റെ ചരിത്രം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ആ പേരാണ് പിന്നീട് ഹമാസ് അവരുടെ സൈനിക വിഭാഗത്തിന് കത്തായിബ് ഇസുദ്ദീൻ അൽ ഖസ്സാം എന്ന പേര് സ്വീകരിക്കുന്നത്. 1935 തന്നെ അദ്ദേഹം ഷഹാദത്ത് വരിക്കുന്നതും നമുക്ക് കാണാം.
ഈ ഒരു കാലഘട്ടം 35 മുതൽ 47 വരെയുള്ള കാലഘട്ടത്തിൽ ഫലസ്തീനിന്റെ ഇന്ന് ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന ആ പ്രദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളും പിടിച്ചടക്കുകയും അവിടുന്ന് ഫലസ്തീനികളെ ഒഴിച്ചു മാറ്റുകയും ഒരു ഗെട്ടോയിസേഷൻ ഓഫ് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവുന്നു. ഇസ്രായേലിലെ ചില ഭാഗങ്ങളിൽ ഇന്നും ഫലസ്തീനികൾ അറബികളായ ഫലസ്തീനികളായ മുസ്ലിങ്ങളായ യഹൂദരും ക്രിസ്ത്യൻസും ഒക്കെ താമസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. അവരൊരു ഘെട്ടോ എന്ന പോലാണ് ഇപ്പോഴും താമസിക്കുന്നത്. അവരിൽ നിന്ന് ജനാധിപത്യം എന്ന പേരിൽ എംപിമാരും ഒക്കെ ഉണ്ടാണെങ്കിൽ പോലും ഇന്ന് ഇസ്രായേലിലെ ഏറ്റവും അവികസിതമായ പ്രദേശങ്ങളിൽ ഒന്ന് അന്ന് ആ ഫലസ്തീനിന്റെ ഭാഗം പിടിച്ചെടുത്ത ഇന്ന് ഇസ്രായേലുള്ള ആ പ്രദേശങ്ങളിലാണ്. അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ നഖബയെ കുറിച്ചോ നഖസയെ കുറിച്ചോ സംസാരിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ പിന്നീട് ഉണ്ടായ ഇന്തിഫാദയെ കുറിച്ചോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അപ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാവുവാൻ ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കില്ല. ആ ഒരു തരത്തിൽ അവർ നിയമരൂപീകരണം പോലും നടത്തുകയും അതിൻ്റെ പേരിൽ ഏകദേശം 10, 20, 25 വർഷങ്ങളടക്കം ചെറിയ കുട്ടികളെ അടക്കം ഒരു കല്ലെറിഞ്ഞു എന്ന പേരിൽ മാത്രം 20 വർഷത്തിലടക്കമുള്ള കുട്ടികളെ ജയിലിടുന്ന തരത്തിൽ നിയമരൂപീകരണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇസ്രായേൽ എത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സംഭവങ്ങളൊക്കെയും ഉണ്ടാവുന്നത് നിരവധി ട്രീറ്റുകളിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈജിപ്റ്റ് പ്രധാനമായി ജമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ഈജിപ്ഷ്യന്റെ നേതൃത്വത്തിൽ വലിയൊരു അലയൻസ് ഉണ്ടാവുകയും ഈ അലയൻസിന്റെ കീഴിലായിരുന്നു ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾ ഉണ്ടായത്. എന്നാൽ 1967 പരാജയത്തിന് ശേഷം നാസറിസം എന്ന് നമ്മൾ പിന്നീട് വിളിച്ച അറബ് സോഷ്യലിസത്തിന്റെ പ്രധാന വക്താവായിരുന്ന ജമാൽ അബ്ദുൽ നാസർ അറബ് ലോകത്ത് ഹീറോയായിരുന്നത് പിന്നെ സീറോയായി മാറുകയും 1970 അദ്ദേഹം മരണമടയുന്നതോടുകൂടി ആ ഒരു ഈജിപ്റ്റ് എന്ന് പറയുന്ന മുഖ്യ റോളിൽ നിന്ന് മായപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ 1978 അതിന് പിന്നീട് ശേഷം വന്ന അൻവർ സാദാത്ത് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മുമ്പിൽ അറബ് ജനതയുടെ വിമോചന സങ്കല്പങ്ങൾ താഴെ വെക്കുന്ന ആ തീരുമാനമുണ്ടാവുകയും ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സിൽ ഒപ്പിടുകയും അതിൻ്റെ പേരിൽ മാത്രം അയാൾക്കും ജിമ്മി കാർട്ടറിനും എന്ത് ചെയ്യുന്നു നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. ഫലസ്തീനിന്റെ താല്പര്യങ്ങൾ, അറബ് താല്പര്യങ്ങൾ, മുസ്ലിം ലോകത്തിന്റെ താല്പര്യങ്ങൾ, മനുഷ്യാവകാശത്തിന്റെ താല്പര്യങ്ങൾ ഒരു അധിനിവേശ ശക്തിയുടെ മുമ്പിൽ കീഴ്വണങ്ങി വെക്കുന്നതിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന സംഭവങ്ങളായിരുന്നു നമുക്ക് കാണാം. പിന്നീട് വന്നത് അൻവർ സാദാത്താണ്. അൻവർ സാദാത്തിന് ശേഷം പിന്നീടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അൻവർ സാദാത്ത് ഈ കാര്യത്തിന്റെ പേരിൽ മാത്രം 1981 വധിക്കപ്പെടുന്നത് കാണാം. അദ്ദേഹം ഒരു സൈനിക പര്യടനത്തിനെതിരെ ഒരു സൈനികൻ അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടാവുന്നത്. ഫലസ്തീൻ വികാരം മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ വധം ഉണ്ടാവുന്നത്. പിന്നീട് ആ വധം പോലും അത് ഇഖ്വാൻ മുസ്ലിം എന്ന് പറയുന്ന ഈജിപ്തിലെ പ്രധാന സംഘടനയുടെ നെഞ്ചത്ത് വെക്കുകയും ചെയ്യുന്ന, അവരെ കുറ്റാരോപണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അത് അവർ നിഷേധിക്കുന്നതാണെങ്കിൽ പോലും ഇന്നും പല അറബ് ലോകത്തെ അക്കാദമിക പോപ്പുലർ ഹിസ്റ്റോറിയന്മാരും കണക്കൂട്ടുന്നത് അത് ഇഖ്വാൻ തന്നെ ചെയ്തത് എന്ന രീതിയിലാണ്. എന്താണെങ്കിൽ പോലും അത് ഒരു അറബ് ലോകത്തെ ഒരു പോപ്പുലർ ലീഡർ ഫലസ്തീൻ അറബ് താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിന് മുമ്പിൽ കീഴ്വണങ്ങുന്നതിനെതിരെയുള്ള ഒരു ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം ജോർദാൻ പല സന്ധികളിലൂടെ അവർ പിൻവാങ്ങി, സിറിയയും ചില ഭാഗങ്ങളിലൂടെ അവരും പിൻവാങ്ങി. ആരുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവുമ്പോഴാണ് 1987 ഇന്തിഫാദ എന്ന പേരിൽ സംഭവം ഉണ്ടാവുകയും ആ ഒരു ഡേറ്റിൽ തന്നെ നിന്നുകൊണ്ട് ഹമാസിന്റെ രൂപീകരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഇന്തിഫാദയിലൂടെ ഹമാസ് ഉയർന്നു വരുന്നു. അതുവരെ ഫലസ്തീനികളുടെ പ്രധാന ലീഡേഴ്സ് ആയിരുന്ന PLO 1987 ശേഷം പെതുക്കെ ചർച്ചകളിലൂടെ വരികയും 1992-93 കാലങ്ങളിൽ ആ ചർച്ചയുടെ ഭാഗമായി ഓസ്ലോ ഒന്നാം കരാറിൽ ഒപ്പിടുകയും ചെയ്യുന്നു. അതോടുകൂടി അതുവരെ ഫലസ്തീനി പ്രതിരോധത്തിന്റെ വിമോചന പോരാട്ടത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന യാസർ അറഫാത്തിന് കീഴിലുണ്ടായിരുന്ന PLOയും ഫത്തഹും ആ സീനിൽ നിന്ന് പിൻവാങ്ങുകയും അവസാനം വന്ന അവശേഷിച്ച ഫലസ്തീനിലെ ചില പ്രദേശങ്ങൾ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടാം എന്ന് പറയുന്ന വാദത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്നത് കാണാം. ആ ഒരു വാക്കം ശൂന്യതയിലേക്കാണ് ഹമാസ് ഉയർന്നു വരികയും പിന്നീട് ഹമാസിന്റെ ചരിത്രം വളരെ ശക്തമായ ഫലസ്തീനി വിമോചനത്തിന്റെ ചരിത്രമായി മാറുന്നത്. ഹമാസ് മാത്രമല്ല, അൽ ജിഹാദുൽ ഇസ്ലാമി എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമിക് ജിഹാദും
അതുപോലെ തന്നെ മറ്റ് ചില ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോലും പോരാട്ട മുഖത്ത് ഇവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നതും കൂടി നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഫലസ്തീനി വിമോചനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു ഇസ്ലാമിക മാനത്തിലൂടെ നോക്കുമ്പോൾ ഒരു ഇസ്ലാം വിഷയമായി കണക്കിടുന്നുണ്ടെങ്കിൽ പോലും ഒരേ സമയം അത് ഒരു അറബ് വിഷയമാണ്, അത് ഒരു മുസ്ലിം വിഷയമാണ്, അതുപോലെ തന്നെ ഒരു നാഷണലിസ്റ്റ്, ഒരു ദേശീയതാവാദത്തിൻ്റെ ഒരു വിഷയം കൂടിയിട്ടാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇസ്ലാമിക വിഷയം കൂടിയിട്ടാണ്. അതുകൊണ്ട് ഹമാസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടനകളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അതിനൊരു ഇസ്ലാമിക വിഷയമായി കണക്കൂട്ടുന്നതിനപ്പുറം ഫലസ്തീനികളുടെ ഒരു മുഴുവൻ വികാരം എന്ന നിലയിൽ തന്നെ കാണണം. കാരണം സലഫി പ്രസ്ഥാനങ്ങളടക്കം ഈ വിഷയത്തിൽ അവരുടെ തന്നെ സായുധ വിഭാഗങ്ങൾ ഹമാസിനോടും ഇസ്ലാമിക് ജിഹാദിനോടും ചേർന്നുകൊണ്ട് പോരാടുന്ന ചരിത്രമാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ സംഘടനകളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഫലസ്തീനെ പോരാട്ടങ്ങൾ നടക്കുന്നത് എന്നും കൂടി അതിൻ്റെ സന്ദർഭോചിതമായി ഞാൻ പറയുകയാണ്. ഈ നക്കബയ്ക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിരവധി ട്രീറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ജോർദാനും സിറിയയും ഈജിപ്തും രംഗത്തിൽ നിന്ന് മാറുന്നു, PLOയും രംഗത്തിൽ നിന്ന് മാറുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഫലസ്തീനികളുടെ പേരിൽ ഫലസ്തീനികളല്ലാത്തവർ, ഫലസ്തീനികളുടെ സാന്നിധ്യം പോലുമില്ലാതെ, ഫലസ്തീനികളുടെ പേരിൽ ഫലസ്തീനികളല്ലാത്തവർ ഫലസ്തീനികളുടെ സാന്നിധ്യം പോലുമില്ലാതെ ഫലസ്തീനിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ ട്രീറ്റുകളും കരാറുകളും ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഫലസ്തീൻ ചരിത്രം മാറുന്നു. അത് സംഭവിക്കുന്നത് 2017 മുതൽ 2020 വരെ നീണ്ടു നിന്ന എബ്രഹാം അക്കോർഡ്സ് എന്ന് വിളിക്കുന്ന സൗദി അറേബ്യയുടെ തന്നെ പിൻബലത്തോടുകൂടി UAEയും ബഹ്റൈനും ഒമാനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി സന്ധിയിൽ ഏർപ്പെടുന്ന ചരിത്രമാണ്. ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു ആശയപരമായി ഇതും ഒരു തരത്തിൽ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഒരു നഖബയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നഖസയുടെ പരാജയത്തിൻ്റെ ഭാഗമാണ്. ഫലസ്തീൻ വിമോചനത്തെ അത് പരിഗണിക്കാതെ, അതിൻ്റെ താല്പര്യങ്ങളെ പരിഗണിക്കാതെ, ഫലസ്തീനിയുടെ അവകാശത്തെ പരിഗണിക്കാതെ മറ്റു പല ആൾക്കാർ തങ്ങളുടെ വാണിജ്യ പ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഫലസ്തീനികളുടെ പേരിൽ കച്ചവടം നടത്തുന്ന തീരുമാനങ്ങളിലേക്ക് പോലും എത്തുന്നതായി നമുക്ക് കാണാം. ഈ ഒരു ചർച്ചയുടെ ഇടയിൽ ചില രാഷ്ട്രങ്ങൾ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നു. കുവൈത്ത് അടക്കമുള്ള, ഇറാഖ്, ഇറാൻ, തുർക്കി അടക്കമുള്ള ചില രാഷ്ട്രങ്ങൾ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി നിന്നിരുന്നു. അതിൽ പ്രമുഖമാണ് ഇറാൻ. ഇറാന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇറാന്റെ രൂപീകരണം പോലും 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പേരിൽ ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടാവുന്നത് പോലും അമേരിക്കൻ യഹൂദ വിരുദ്ധ സമീപനത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഖത്തറിനെതിരെ 2017 മുതൽ 2021 വരെ നീണ്ടു നിന്നിരുന്ന ഒരു സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ GCCയുടെ ഒരു ഉപരോധം സംഭവിച്ചിരുന്നു. അതിൻ്റെ പ്രധാന പിന്നിൽ പോലും ഈ എബ്രഹാം അക്കോർഡ്സ് ചുട്ടെടുക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഖത്തറിനെതിരെയുള്ള ഉപരോധം ഉണ്ടാവുന്നത്. കാരണം എന്താ? ഖത്തർ ഹമാസിൻ്റെയും ഫലസ്തീനി പോരാട്ട സംഘങ്ങളുടെയും പ്രധാനപ്പെട്ട പങ്കാളിയാണ്, പിന്തുണ നൽകുന്ന ആളാണ്. അൽ ജസീറ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളുടെയും ഫലസ്തീനി വിരുദ്ധ വികാരങ്ങളെ മുതലെടുക്കുന്ന തീരുമാനങ്ങളെ പുറത്തു കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചാനലാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓൺലൈൻ പ്രസിദ്ധീകരണവും അവരും ഇതേ മാതൃക സ്വീകരിക്കുന്നുണ്ട്. അതിനെ നിരോധിക്കുക, ഇറാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക, തുർക്കിയുമായിട്ടുള്ള മിലിറ്ററി ബന്ധങ്ങൾ ഉപേക്ഷിക്കുക, ഹമാസ് പോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ ഇഹ്വാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക, അങ്ങനെ നിരവധി ചട്ടങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നാൽ അത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുള്ള ഉപരോധം ഞങ്ങൾ നീക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപരോധം പോലും നടത്തുന്നത്. ഈ പറയുന്ന മുഴുവൻ ഈ ക്ലോസുകളെല്ലാം, ഉപരോധത്തിൽ അവർ മുന്നേ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഓരോന്നും എടുത്തു നോക്കുമ്പോഴും നമുക്ക് കാണാം അതൊക്കെയും ഫലസ്തീനുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന നിബന്ധനകളായിരുന്നു. പക്ഷേ അവിടെ ഖത്തർ തകർന്നില്ല, തളർന്നുമില്ല. അവർ അത്രയും വർഷം, ഏകദേശം 4 വർഷം ആ ഉപരോധത്തെ അവർ നേരിടുകയും അങ്ങനെ 2021 സൗദി അറേബ്യ തന്നെ നേരിട്ട് വന്ന് ആ ഉപരോധം പിൻവലിക്കുകയും വീണ്ടും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇന്ന് നമുക്കറിയാം ഏത് സൗദി അറേബ്യയാണ്.
ഇപ്പോൾ സൗദി അറേബ്യയുടെ ഹറമിൻ്റെ മുകളിൽ കൂടി ഇസ്രായേൽ വിമാനം പ്ലെയിനുകൾ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇതേ സൗദി അറേബ്യ ഒക്ടോബർ 7 മുമ്പുണ്ടായിരുന്ന 2023 ഒക്ടോബർ 7 മുമ്പ് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലുമായി സന്ധി സംഭാഷണങ്ങൾക്ക് ഒപ്പിടാൻ തയ്യാറായിരുന്ന സൗദി അറേബ്യ ഇങ്ങനെ ഏകദേശം ഫലസ്തീൻ എന്ന് പറയുന്നത് ഏതോ ജനതയുടെ ഒരു അവകാശമായും വർത്തമാനമായും സ്വാതന്ത്ര്യമോഹമായും മാറ്റുകയും തങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒട്ടുമിക്ക അറബ് സ്റ്റേറ്റുകളും മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഹമാസിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദൊക്കെ പറഞ്ഞത് ഫലസ്തീനികളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഫലസ്തീനികളുണ്ട്, നിങ്ങൾ ഞങ്ങൾ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നത് മാത്രമാണ് നിങ്ങളുടെ പരീക്ഷണം എന്ന തരത്തിൽ ഇവർ റെസ്പോണ്ട് ചെയ്തത് എന്നും കൂടി നമ്മൾ ചരിത്രം ഇത് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഡയമെൻഷനും കൂടി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഇതിനൊരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടിയിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രോമിസർ ലാൻഡ് എന്ന് പറയുന്ന വർത്തമാനമാണെങ്കിൽ, ഫലസ്തീനിന് വേണ്ടി ചില പണ്ഡിതന്മാർ ഫലസ്തീനികളുടെ പേരിൽ ഇസ്രായേലുമായി കരാർ ചെയ്തപ്പോൾ ആ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ട ചില പണ്ഡിതന്മാരെ പോലും നമുക്ക് കാണാം. അതായത് സുൽഹ് നല്ലതാണ്, അഹ്ലി കിതാബുകാരെ അവരിൽപ്പെട്ടവരാണ്, നമ്മളൊക്കെ സെമിറ്റിക്കുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് നല്ലതാണ്, ഈ ഒപ്പിടുന്നതോടുകൂടി ഈ കരാർ പാലിക്കുന്നതോടുകൂടി പ്രശ്നങ്ങളൊക്കെയും സോൾവ് ആക്കപ്പെടും എന്ന് പറയുന്നൊരു വാദം കൊണ്ടുവന്നുകൊണ്ട് അബ്രഹാം അക്കോർഡ്സിന് ഒപ്പിട്ട പ്രമുഖരായ പല പണ്ഡിതന്മാരും കൂടി ഉള്ള ഒരു ലോകത്തും കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ മതപരമായ ഒരു വർണ്ണവും കൂടി നൽകിക്കൊണ്ടാണ് ഈ പറയുന്ന അബ്രഹാം അക്കോർഡ്സ് 2020 സെപ്റ്റംബർ മാസത്തിൽ അവർ ഒപ്പിടുകയും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ എന്താണ് അതിനുശേഷം സംഭവിച്ചത്? ഇതിനുശേഷം തൊട്ടടുത്ത ആഴ്ചകളിൽ തന്നെ ആ ഒപ്പിടുന്നതിൽ കരാറിൽ ഒന്നായിരുന്നു വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള അവരുടെ ഈ അധിനിവേശം നിർത്തുമെന്നുള്ളതായിരുന്നു, സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് തൊട്ടടുത്ത ആഴ്ചകളിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല. ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റു ചില ടെർമിനോളജികളുണ്ട്. അതിലൊന്നാണ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന പദപ്രയോഗം. അതായത് പച്ചയായ അധിനിവേശത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ലോകത്ത് എങ്ങോയുള്ള ചില യഹൂദന്മാരെ മതത്തിൻ്റെ പേരിൽ യഹൂദന്മാരെ കൊണ്ടുവരികയും ഫലസ്തീനികളെ ആട്ടിപ്പായച്ച് കൊന്നൊടുക്കി ആ ഭാഗത്തിൽ താമസിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് സെറ്റിൽമെൻറ്റ്. അതിന് പിന്നീട് അക്കാദമിക് ലോകത്ത് സെറ്റിൽമെൻറ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ടായി. സെറ്റിലർ കൊളോണിയലിസം എന്ന രീതിയിലൊക്കെ അത് വിളിക്കുവാൻ തുടങ്ങി. ഒക്യുപ്പേഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന, എന്ന് തന്നെ പറയേണ്ട, ഇൻവേഷൻ എന്ന് തന്നെ പറയേണ്ട പദപ്രയോഗങ്ങളെ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ചില പഞ്ചാര പുരട്ടിയ പദപ്രയോഗങ്ങളിലൂടെ ഉപയോഗിക്കുന്ന ഒരു അക്കാദമിക ലോകത്തിലും കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു തരത്തിൽ തിയോളജിക്കൽ വർണ്ണം കൊടുക്കുന്ന ഫലസ്തീനുകളുടെ സമാധാനമായി ജീവിക്കണമെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ചില കരാറുകൾ ഒപ്പുവേണമെന്ന് മതപരമായി ചിന്തിക്കുന്ന ചില ആൾക്കാർ, ഈ പോരാട്ടം ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം മതപരമായി തന്നെ തെറ്റാണെന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം ആൾക്കാർ, അതുപോലെ തന്നെ ഇത് ഫലസ്തീനുകളുടെ പേരിൽ തങ്ങളുടെ കച്ചവടം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില അറബ് രാഷ്ട്രങ്ങൾ ഉള്ളപ്പോഴാണ് ഈ ഒരു ചെറിയ വിഭാഗം ഫലസ്തീനികൾ തങ്ങളുടെ പോരാട്ടത്തിന് വേണ്ടി എന്ത് തന്നെ മാനുഷിക നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചെറുത്തു നിൽക്കുമെന്ന പേരിൽ ഈ പോരാട്ടങ്ങൾ അവർ ഇപ്പോഴും തുടരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ ഖാലിദ് മിഷേലും ഇസ്മായിൽ ഹനിയൊക്കെ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തങ്ങളുടെ ഭവനങ്ങൾ നശിക്കട്ടെ, ആൾക്കാർ പോവട്ടെ, പക്ഷേ ഫലസ്തീനി എന്ന് പറയുന്ന വികാരം ഇല്ലാതാവുകയില്ല എന്ന് പറയുന്ന ഒരു പ്രസംഗം അദ്ദേഹം പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നഖ്സ എന്നത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഫലസ്തീനികൾ പരാജയപ്പെടാത്തത്? ഇതിന് ഒരു അവലോകനം ചെയ്തുകൊണ്ട് പ്രസിദ്ധനായ ഒരു യഹൂദ റബ്ബിയുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇവർക്കൊരു സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ പവറുണ്ട്. മരണം എന്നത് നേരിടുന്ന ആ ജനതയ്ക്ക് മുമ്പിൽ എന്ത് ശക്തി ഉപയോഗിച്ചുകൊണ്ടും അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് പറയുന്ന ആ സ്പിരിച്വൽ, ഒരു ആത്മീയ ശക്തി ഫലസ്തീനികൾക്കുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ജനതയെ എത്ര വലിയ ഭൗതിക ശക്തി ഉപയോഗിച്ചുകൊണ്ടും തകർക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഫലസ്തീനികൾ
എന്ന് മുതലാണ് ഫലസ്തീനികളുടെ ചരിത്രം തുടങ്ങുന്നത്? കുരിശ് യുദ്ധത്തിൻ്റെ ചരിത്ര കാലഘട്ടം മുതലാണ്. 900കളുടെ ചരിത്രം മുതലാണ്. 1100-കൾക്ക് ശേഷം യുദ്ധങ്ങൾ ഉണ്ടാവുന്നു. ഹിത്തീൻ യുദ്ധം ഉണ്ടാവുന്നു, സലാഹുദ്ദീൻ അയ്യൂബ് പിടിച്ചെടുക്കുന്നു. അതെല്ലാം ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ്. പിന്നീട് വരുന്ന ഏകദേശം എല്ലാ കുരിശ് യുദ്ധങ്ങളും ഫലസ്തീൻ്റെ ചരിത്രം തന്നെയാണ്. പിന്നീട് ഉസ്മാനിയ ഖിലാഫത്ത്, അതിനുശേഷം വന്ന പല മുസ്ലിം സൽത്തനത്തുകളും ഫലസ്തീനികളെ തന്നെ, ഫലസ്തീൻ രാഷ്ട്രത്തെ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച ചരിത്രമാണ്. അവരൊക്കെയും സയോണിസ്റ്റ് ക്രൂസേഡ് വാറിൽ നിന്ന് ഫലസ്തീനെ സംരക്ഷിക്കാൻ ഒരുപാട് പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടത്തിയ ചരിത്രമുണ്ട്. അതായത് ഫലസ്തീൻ എന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ ഒരു യുദ്ധ രണാങ്കണം കൂടിയിട്ടാണ്. ഇന്നും അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ഹദീസുകളിലൂടെ പോലും കാണുവാൻ കഴിയുന്നത് ഒരുപക്ഷെ യോമൽ ഖിയാമയുമായി പോലും, അന്ത്യദിനവുമായി പോലും ബന്ധിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ ഫലസ്തീനെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് ഫലസ്തീൻ എന്നത് എന്നും ഒരു സംഭവമായി തന്നെ തുടരുകയും ചെയ്യും. പക്ഷെ അതേസമയം തന്നെ ഫലസ്തീനികളുടെ വിജയത്തിനും അവരുടെ പോരാട്ടത്തെയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ആത്മവിശ്വാസം ഉയർത്തുവാൻ പറ്റുന്ന തരത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലയിലോ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിലോ ഒരു ഐക്യദാർഢ്യം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഈ കരാറുകൾ ഉണ്ടാക്കിയ അറബ് സമൂഹം അവരുടെ സത്യാവസ്ഥ തിരിച്ചറിയുകയും ഇന്ന് ലോകത്ത് നടക്കുന്ന യൂറോപ്യൻ ഭാഗത്തുണ്ടാകുന്ന പോരാട്ടങ്ങൾ അതിൽ പങ്കുചേരുകയും ചെയ്യേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അവരും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഇന്ന് യൂറോപ്പിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ അറബ് ലോകത്തില്ലാത്തത്? ഇന്ന് യൂറോപ്പിൻ്റെ അമേരിക്ക അടക്കമുള്ള ഏകദേശം എല്ലാ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും യൂണിവേഴ്സിറ്റികളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രതിഷേധങ്ങളിൽ അവസാനം അവിടുത്തെ ഭരണകൂടം വഴങ്ങുന്നു. അതിൻ്റെ ഭാഗമായി ആ യൂണിവേഴ്സിറ്റികൾ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ BDS മൂവ്മെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ബോയ്ക്കോട്ട് ഡൈവെസ്റ്റ്മെന്റ് സാങ്ഷൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് അമേരിക്കൻ യൂറോപ്യൻ നാടുകളിൽ അതിശക്തമായി ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നു. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അറബ് നാടുകളിൽ ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അറബ് നാടുകളിൽ എപ്പോഴൊക്കെ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെയും ഫലസ്തീനുമായി ബന്ധപ്പെട്ടതായിരുന്നു. അറബ് വസന്തം ഉണ്ടാവുന്നത് പോലും ഫലസ്തീനുമായി തന്നെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മൂർസി അധികാരത്തിൽ നിന്ന് നീക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലവിധ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം ഇസ്രായേലിൻ്റെ തന്നെ ബാക്കപ്പും കൂടി അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തറിനോടുള്ള സീജ് പോലും ഉണ്ടാവുന്നതും ഇസ്രായേലിൻ്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നു. 2015 ഇടയിൽ UAEയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ലീക്ക്, മെയിൽ അത് ലീക്കാവുന്ന ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. അത് UAEയുടെയും അമേരിക്കയിലുള്ള പ്രോ ഇസ്രായേലി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ചില അവിശുദ്ധ ബന്ധങ്ങളെ പുറത്തു വരുന്ന ഒരു മെയിൻ്റെ ലീക്കേജ് ആയിരുന്നു അന്ന് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന അറബ് ഭരണാധികാരികൾക്കിടയിൽ എങ്ങനെയാണ് അവിടുത്തെ അറബ് ജനതയ്ക്ക് പ്രക്ഷോഭം നടത്തുവാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം നടത്തുന്നവർ ജീവൻ ഭയം ലഭിക്കുന്നു, അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ നാടുകളിൽ അവർക്കതില്ലാത്തതും അറേബ്യൻ നാടുകളിൽ എന്തെങ്കിലും പ്രക്ഷോഭം ഉണ്ടാകുന്നത് അവിടുത്തെ ഭരണാധികാരികളെ അവരുടെ സ്ഥാനത്തിന് ഇളക്കമുണ്ടാക്കുന്നതും കൂടി ആണ് എന്നവർക്ക് അറിയാവുന്നതും കൊണ്ടാണ് ഫലസ്തീനികൾക്ക് വേണ്ടി അറബ് നാടുകളിൽ പ്രതിഷേധങ്ങൾ നടത്തുവാൻ ആ ഭരണാധികാരികൾ സമ്മതിക്കാത്തത് എന്നും കൂടി നമ്മൾ ഈ ഒരു ചർച്ചയിൽ പറയണം. അതുകൊണ്ട് തന്നെയാണ് ഏതൊക്കെയോ തരത്തിൽ ഇങ്ങനെയൊക്കെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ദുരന്തമായി അവശേഷിക്കുന്നു. പക്ഷേ ഫലസ്തീനികൾക്ക് ഒരു ആത്മവിശ്വാസത്തിൻ്റെയും അവരുടെ വിശ്വാസത്തിൻ്റെ അടിയുറച്ച ഒരു സ്ഥാനം നേടിയെടുക്കുവാനും കാരണമാവുന്നു. നമ്മൾക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വേദനയായി മാറുമ്പോൾ ഫലസ്തീനികൾക്ക് അതൊരു പോരാട്ട വീര്യം ഉണ്ടാവുന്ന സംഭവങ്ങളായി മാറുന്നു. അങ്ങനെ പലവിധ മാനങ്ങൾ ഈ സംഭവത്തിൻ്റെ പുറകിലുണ്ട് എന്ന് ആണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്താണെങ്കിൽ പോലും നക്ബയെക്കുറിച്ചുള്ള ഓർമ്മകൾ, നക്ബ എന്ന് പറയുന്ന മെയ് 15 തന്നെ തുടങ്ങിയതല്ല, അതിന് മുമ്പും തുടങ്ങിയതാണ്. അതിപ്പോൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത് അവശേഷിക്കാത്ത, ഇനിയും നിലനിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ വികാരവും വിചാരമായും
നമ്മളിൽ അവശേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അസ്സലാമു അലൈക്കും.